Hi guys, Assalamu alaikum. This is Biju Fahima here. Welcome back to my channel. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അരിപ്പപ്പത്തിലാണ്. ഈ ഒരു അരിപ്പപ്പത്തിലിന് മുട്ടപ്പത്തിരി, ഓട്ടട അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ തലശ്ശേരിയിലെ പുതിയാപ്പിളമാർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും സ്റ്റാപ്പിളായിട്ട് ഉണ്ടാകുന്ന ഒരു ഡിഷാണിത്. ഇത് പക്ഷേ സ്വതവേ വിറകടുപ്പിലാണ് ഉണ്ടാക്കാൻ. അതും അതിൻ്റെ ഒരു സ്പെഷ്യൽ ചട്ടിയും ഉണ്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നോൺ സ്റ്റിക്ക് തവയിൽ എങ്ങനെ ഗ്യാസിൽ ചുട്ടെടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എന്താ നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത പച്ചരിപ്പൊടിയാണിത്. അതിലേക്ക് 1 കപ്പ് തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാൻ എല്ലാ മെഷർമെൻറ്റും ഒരു സെയിം കപ്പിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് ഏത് കപ്പിലെടുത്താലും പക്ഷേ ആ ഒരു കപ്പിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇന്നെടുത്ത മെഷർമെൻറ്റിന് 10 മുതൽ 12 അരിപ്പപ്പത്തിലാണ് കിട്ടാൻ. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇൻഗ്രീഡിയൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും. കട്ടയില്ലാണ്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതെല്ലാം കൂടി. എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 മുട്ടയും ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അഥവാ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദ ഇട്ടൊന്ന് ടൈറ്റ് ആക്കിയാൽ മതി. അതുപോലെ ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഞാനൊരു കട്ടിയുള്ള നോൺ സ്റ്റിക്ക് തവ ചൂടാക്കിയിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. തവ നന്നായിട്ട് ചൂടായാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. എന്നാൽ മാത്രമാണ് ആ ഒരു ഓട്ട കറക്റ്റ് വരുള്ളൂ. തീരെ ഓയിലൊന്നും ആഡ് ചെയ്യാണ്ടാണ് ഞാൻ ഈ ഒരു അരിപ്പപ്പത്തിൽ ചുട്ടെടുക്കുന്നത്. അപ്പോൾ സൈഡിലെല്ലാം ഫസ്റ്റത്തെ ലെയറിൽ തോട്ട വരാൻ തുടങ്ങിയാൽ തന്നെ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കണം. ഇനി ഈ ഒരു സ്റ്റേജ് എത്തിയാൽ ലോ ഫ്ലെയിം ആക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി കൊടുക്കാം. അത് ഡ്രൈ ആണ്ട് മൂടി കൊടുക്കാൻ പാടില്ല, പിന്നെ ഇതുപോലെ ഓട്ട കറക്റ്റ് വരൂല. ഇതൊന്ന് മൂടിയിട്ട് 20 സെക്കൻഡ്സ് വെച്ചാൽ മതി. ഫ്ലെയിം കറക്റ്റ് സൂക്ഷിച്ച് വെച്ചിട്ടില്ലെങ്കിൽ അടി കരിഞ്ഞു പോവും. അപ്പോൾ ഫസ്റ്റത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന്. എപ്പോഴും ഫ്ലെയിം കാര്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇത് ഒഴിക്കുന്നത് ഹൈ ഫ്ലെയിമിലായിരിക്കണം. ആ ഒരു ഫസ്റ്റ് ലെയർ കുറച്ച് തോട്ട വരുമ്പോൾ തന്നെ കുറച്ച് മീഡിയം ഫ്ലെയിം ആക്കാൻ, പിന്നെ നടുവിൽ കുറച്ച് ഡ്രൈ ആയാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി കൊടുക്കാൻ. അതിനു മുമ്പ് മൂടാൻ പാടില്ല. എന്നാൽ മാത്രം ഫുള്ള് ഇത്ര നല്ല സോഫ്റ്റായിട്ട് ഓട്ട വരുള്ളൂ. ഇത് ഓരോന്നും ചുട്ടെടുത്താൽ മേലെ അട്ടിക്ക് വെക്കരുത്. കാരണം ഇത് ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിച്ചു പോവും. ഇതുപോലെ വേറെ വെക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെയിം എപ്പോഴും കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് ഈ ഒരു സെയിം കളർ ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള അരിപ്പപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാര ഇട്ട് പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് കൂടുതൽ റെസിപ്പീസായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.